നമുക്ക് വിശകലനങ്ങളിലേക്ക് പോകാം. പാലക്കാട്ട് നിന്ന് ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് റോഷിപാൽ. ഞാൻ കണക്കൊക്കെ ഒന്ന് പറയുകയായിരുന്നു. ഗുഡ് ഈവനിങ് സുജയ. കണക്കുകളൊക്കെ കൂട്ടിയും കഴിച്ചുമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും മുന്നണികളൊക്കെ മുന്നോട്ട് പോകുന്നത്. എവിടെ ആരെ തുടക്കുമെന്നൊന്നും വ്യക്തമല്ല. ഇപ്പോൾ ഒരു മാസമായി റോഷിപാൽ ഈ മണ്ഡലത്തിന്റെ 3 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലും എവിടെയൊക്കെ ഏതൊക്കെ മുക്കിലും മൂലയിലും നിന്ന് എങ്ങോട്ട് തിരിയണമെന്നൊന്നും ആരോടും വഴിയൊന്നും ചോദിക്കേണ്ട, ഗൂഗിൾ മാപ്പ് ഇടാതെ പോകാൻ തക്കവണ്ണം റോഷിക്കും അത് പരിചിതമായി കാണുമല്ലോ. പാലക്കാട്ടെ മനുഷ്യരുടെ, അതായത് ഈ കണക്കുകളെയൊക്കെ അപ്രസക്തമാക്കുന്നത് അവിടുത്തെ മനുഷ്യർ നാളെ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഈ പഴയ കണക്കൊന്നുമല്ല, ചില കണക്കുകൂട്ടലുകൾ അവരും നടത്തിയിട്ടുണ്ട് എന്നതാണോ നമ്മുടെ ഒരു വോട്ടോട്ടത്തിൽ ബോധ്യമായത്? സുജയ, ഒരു സംശയവുമില്ല. ഇപ്പോൾ സുജയ അടക്കം നമ്മുടെ എഡിറ്റോറിയൽ ടീം പലവട്ടമായി ഈ പാലക്കാട് മണ്ഡലത്തിൽ എത്തിയതാണ്. അപ്പോൾ ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാകുമല്ലോ. കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം റിപ്പോർട്ടർ പ്രതിനിധികൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി എല്ലാ പഞ്ചായത്തുകളിലും, പാലക്കാട് മണ്ഡലത്തിൽ ഉള്ള 3 പഞ്ചായത്തുകളിലും പാലക്കാട് നഗരസഭയുടെ പല ഭാഗങ്ങളിലും പോയി വോട്ടർമാരെ, പല വിഭാഗത്തിലുള്ള വോട്ടർമാരെ, പല തൊഴിലുകൾ ചെയ്യുന്ന ആളുകളെയൊക്കെ കണ്ടു. അവർക്കൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്, ജനകീയമായ വിഷയങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു വലിയ ജനവിഭാഗവും പാലക്കാട്ടുണ്ട്. നല്ല രാഷ്ട്രീയമുള്ള മേഖലയാണ്. കാരണം CPM-ന് പിൽക്കാലത്ത് വലിയ വേരോട്ടമുള്ള പ്രദേശമാണ്. പിന്നീട് അങ്ങോട്ട് BJP ഏറ്റവും കൂടുതൽ സ്വാധീനമുറപ്പിച്ച പ്രദേശം കൂടിയായി പാലക്കാട് മാറുകയും ചെയ്തു. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റി BJP-യുടെ കൈവശമായി സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം, CPM വളരെ പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് പാലക്കാട്. ഏതായാലും കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പാലക്കാട്ട് 3 മുന്നണികളും വിവിധ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തു. അതിൽ ജനകീയ വിഷയങ്ങൾ ഇവർക്ക് കൃത്യമായി ചർച്ചയ്ക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ആ വിഷയങ്ങളുണ്ട്. അവർ പരസ്പരം അത് ചർച്ച ചെയ്യുന്നുണ്ടാകാം. ഇവിടെ വലിയ വിവാദങ്ങളായിരുന്നു ഓരോ ദിവസവും ഉയർന്നു വന്നത്. ആ വിവാദങ്ങൾക്ക് പരസ്പരം മറുപടി പറഞ്ഞ് മുന്നോട്ട് പോയി. ആദ്യമൊക്കെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് 3 മുന്നണികളിലും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം ചർച്ചയായി. പിന്നെ അവരുടെ അകത്ത് തന്നെയുള്ള പ്രശ്നങ്ങൾ, അത് പൊട്ടിത്തെറി ആദ്യം തുടങ്ങുന്നത് കോൺഗ്രസ് P സരിൻ പോകുന്നു. അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ വിവാദങ്ങൾ. അതിനിടയിലാണ് ഈ പെട്ടി വിവാദം വരുന്നു. പിന്നീട് കത്ത് വിവാദം ആദ്യം വരുന്നു. DCC K മുരളീധരന് വേണ്ടി AICCക്ക് അയച്ച കത്ത്, ആ കത്ത് വലിയ വിവാദമായി വന്നു. പിന്നീട് പെട്ടി വന്നു. പെട്ടി വലിയ വിവാദമായി 2 ദിവസത്തിലേറെ നിന്നു. ഇങ്ങനെ തുടങ്ങിയ വിവാദങ്ങൾ മാത്രം. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിലേക്ക്, വോട്ടെടുപ്പിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഇപ്പോൾ പരസ്യ വിവാദവും വന്നിരിക്കുന്നത്. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട സിറാജും അതുപോലെ തന്നെ സുപ്രഭാതം, സംസ്ഥയുടെ 2 പത്രങ്ങൾ, സംസ്ഥ 2 വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംസ്ഥയുടെ പത്രങ്ങളാണ്. ആ പത്രങ്ങളിൽ വന്ന പരസ്യം, ആ LDFിൻ്റെ പരസ്യവും വലിയ ചർച്ചയായി വിവാദങ്ങൾക്ക് വഴിവെച്ചു. അങ്ങനെ തുടങ്ങിയ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ദിവസവും മുന്നണികൾ പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ പാലക്കാട് പ്രാദേശിക മേഖലയിലേക്കും അവിടെ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മാത്തൂരിലും കണ്ണാടിയിലും പിരായിലും അടക്കം കർഷകർക്ക് അവർക്ക് നെല്ല് കൊയ്തെടുക്കാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട്. കാരണം കൊയ്ത്ത് യന്ത്രങ്ങളില്ല. കൊയ്തെടുത്ത നെല്ലിനാണെങ്കിൽ കൃത്യമായ വില ലഭിക്കുന്നില്ല. അങ്ങനെ തുടങ്ങിയ വലിയ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അതിനൊന്നും ഇതുവരെ പരിഹാരം കണ്ടില്ല. കാലാവസ്ഥയും അനുകൂലമല്ല. പ്രതികൂലമായ കാലാവസ്ഥയിൽ നെൽ കൃഷി അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പലപ്പോഴായി ഈ മാത്തൂരിലൊക്കെ പോയപ്പോൾ ഈ നെൽപ്പാടങ്ങളിൽ അവർ മത്സ്യകൃഷി ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും മനോഹരമായ പാടങ്ങളായിരുന്നു. അതൊക്കെ ഭാവിയിൽ ഇങ്ങനെ മത്സ്യകൃഷി ആയി മാറുന്ന, ആ പാടങ്ങളിൽ മത്സ്യകൃഷി നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തിയാൽ ഉണ്ടാകുന്ന അപകടം. കാരണം നമുക്കറിയാം, സപ്ലൈകോയിലൊക്കെ ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും അരി വരുത്തേണ്ട ഒരു സാഹചര്യം. അത് നമ്മുടെ കൂടെ അശ്രദ്ധയാണ്. അത് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഇനി നെൽകർഷകർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ നഗരത്തിൽ ഏറ്റവും കൂടുതൽ സുജയ കണ്ടതാണ് നമ്മുടെ കോട്ട മൈതാനിയിലൊക്കെ എല്ലാ ദിവസവും ഇത്രയേറെ കായിക താരങ്ങൾ പരിശീലനത്തുന്ന ഏത് ജില്ലാ കേന്ദ്രമാണ് നമ്മുടെ കേരളത്തിലുള്ളത്? 14 ജില്ലയിൽ. ഞാൻ തിരുവനന്തപുരത്ത് ഏറെക്കാലമായി. അവിടെ ഒരിടത്തും ഇതുപോലെ കായിക താരങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്ന് പരിശീലനം നടത്തുന്നത് കണ്ടില്ല. ഇവിടെ കായിക താരങ്ങളാണ് രാവിലെ മുതൽ പരിശീലനമാണ്. വിവിധ കായിക താരം, ക്രിക്കറ്റുണ്ട്, ഫുട്ബോളുണ്ട്, മറ്റു പല മത്സരങ്ങൾക്കുള്ള. പക്ഷേ അവർക്ക് മതിയായ സൗകര്യങ്ങളില്ല, കൃത്യമായ സ്റ്റേഡിയങ്ങളില്ല. അങ്ങനെ തുടങ്ങിയ ഇൻഡോർ സ്റ്റേഡിയം പണി പൂർത്തിയായിട്ടില്ല. ടൗൺ ഹാൾ, സാംസ്കാരിക കേന്ദ്രമായി മാറേണ്ട ടൗൺ ഹാൾ ഇപ്പോഴും അടച്ചിട്ട് കിടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, മോയിൻസ് സ്കൂളുമായി ബന്ധപ്പെട്ട ഡിജിറ്റലൈസേഷൻ പദ്ധതി ഒരുപക്ഷെ പാലക്കാട് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മേഖലയാകാൻ പറ്റിയ, ഇടം പിടിക്കേണ്ട ഒരു പദ്ധതിയായിരുന്നു. അതും ആദ്യ വഴിയിൽ തുടങ്ങി അവിടെ അവസാനിക്കുന്നു.
പിന്നെ അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യം വിനോദസഞ്ചാര മേഖലയിൽ വലിയ പ്രതീക്ഷയുള്ള ജില്ലയാണിത്. അവിടെ ആ ജില്ലയുടെ കേന്ദ്രം, അവിടെ അതിനനുസരിച്ചുള്ള ആ ഒരു വികസന മുന്നേറ്റം ഉണ്ടായില്ല. അങ്ങനെ തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ ഒട്ടേറെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതേക്കുറിച്ച് കൂടുതലായി സംസാരിക്കാം. ജനകീയ വിഷയങ്ങൾ, ഒപ്പം ജനങ്ങൾക്ക് മനസ്സിലുള്ള ആധികൾ, ആവലാതികൾ അതെല്ലാം കൂട്ടിയും കിഴിച്ചുമാണ് അവരൊരു കണക്ക് രൂപീകരിക്കുന്നത്. നമ്മൾ മണ്ഡലത്തിന്റെ ഇതുവരെയുള്ള വോട്ട് കണക്കാണ് പറഞ്ഞതെങ്കിൽ ജനത്തിന്റെ മനസ്സിൽ അവരുടേതായ ചില കണക്കുകൂട്ടലുകളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് എത്തണം.